അഴിമതി ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം എം.പി. രാജേഷിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ. രമേശ് ചെന്നിത്തല നേരത്തെ കത്തും നൽകിയിരുന്നു. ചട്ടപ്രകാരം ആരോപണം എഴുതി നൽകുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഒയാസിസ് കമ്പനിക്ക് ഈ കരാർ നൽകിയത് എന്നുള്ള വിഷയത്തിനകത്ത് വലിയ അഴിമതി ഉണ്ട് എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് ലോബിയാണ് ഈ ആരോപണങ്ങൾക്ക് പിറകിൽ. കർണാടകത്തിൽ നിന്നുള്ള സ്പിരിറ്റ് ലോബിയാണ് ദുഷ്ടലാക്കുണ്ട് എന്ന തരത്തിലാണ് CPM ഇന്നലെ ഇതിനെ പ്രതിരോധിച്ചത്. സംസ്ഥാന സെക്രട്ടറി ആ തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. കുടിവെള്ള പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നും നാളെയും എക്സൈസ് വകുപ്പ് മന്ത്രി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട വകുപ്പ് മന്ത്രി സഭയിലില്ല. അദ്ദേഹം പാലക്കാട് സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. പക്ഷേ എക്സൈസ് മന്ത്രി പലതവണ പറഞ്ഞത് ഈ ആരോപണം അഴിമതിയായി ഉന്നയിക്കാനുള്ള ധൈര്യം ഉണ്ടാവുകയില്ല പ്രതിപക്ഷത്തിന് എന്ന് പറയുന്നു. ആദ്യം കടിച്ചവർ വിഷമിറക്കട്ടെ എന്ന് ഉള്ള അഭിപ്രായം എക്സൈസ് നടത്തി. വളരെ പെട്ടെന്നാണ് ഈ പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി അനുമതിയിലേക്ക് മന്ത്രിസഭ കടന്നത്. ഒറ്റ ദിവസം കൊണ്ട് കടന്ന മന്ത്രിസഭാ ഉത്തരവ് കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവിധ ലൂപ്പ് ഹോളുകളും ഉള്ള ഒരു ഉത്തരവാണ് പുറത്തിറക്കുന്നുള്ള ഒരു ആത്മവിശ്വാസം ഭരണപക്ഷത്തെ സംബന്ധിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതാണ് എക്സൈസ് മന്ത്രിയുടെ വാക്കുകളെല്ലാം എല്ലാ സമയത്തും പ്രതിഫലിക്കുകയും ചെയ്തത്. പക്ഷെ പ്രതിപക്ഷം ഇതിനകത്ത് ജലദൗർബല്യവും മാത്രമല്ല അഴിമതി ആരോപണം തന്നെ ഉന്നയിക്കുന്ന ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഏത് തരത്തിലുള്ള അഴിമതി ഈ കമ്പനിക്ക് കരാർ കൊടുത്തതുമായി ബന്ധപ്പെട്ട് സോളിഡ് ആയിട്ടുള്ള ആ ആരോപണങ്ങൾ അതേത് തരത്തിലാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്? എന്താണ് സഭയിൽ ഇപ്പോൾ നടക്കുന്നത്? അരുൺ, വി അരുണിലേക്ക് കടക്കാം. ഇന്നലെ ഇതിന്റെ ചില കണക്കുകൾ ഉന്നയിച്ചുകൊണ്ട് CPM കരാറിനെ പ്രതിരോധിച്ചത്. 10 കോടി ലിറ്റർ സ്പിരിറ്റ് കേരളത്തിലെത്തുന്നു പ്രതിവർഷം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയും സ്പിരിറ്റ് എത്തിക്കാൻ 100 കോടി ആണ് ചെലവ് വരുന്നത്. അത് ഉൽപ്പാദിപ്പിച്ചാൽ അത്രയും പണം ലാഭിക്കാം. ഇത്രയും 1500ഓളം പേർക്ക് ജോലി നൽകാം. സ്പിരിറ്റ് ലോബിയുടെ പണി പോകുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ തകർക്കുന്നത് ദുഷ്ടലാക്കാണ് എന്നുള്ളൊരു രാഷ്ട്രീയ വിഷയം ഉന്നയിക്കുന്നു. ഇതിനെ ചില ധാർമ്മിക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതൊരു സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റമുണ്ടായോ, ഇത് വ്യക്തമാക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളുമായി കത്തോലിക്ക സഭയടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. അതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആ വിഷയം ഉയർത്തിപ്പിടിച്ചിരുന്നു. പക്ഷേ പ്രധാനമായിട്ടും അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. വി അരുൺ, ഏതായാലും അതിന്റെ